കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കൽ താമസിക്കുന്ന പാറേക്കുടിലിൽ സ്രാമ്പിക്കൽ ശ്രീ ബാബു സെബാസ്റ്റ്യൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചിറ്റാരിക്കാൽ ചെറുപുഴ മലയോര ഹൈവേയിൽ ചിറ്റാരിക്കാൽ ടൗണിൽ നിന്നും 300 മീറ്റർ ബൈപ്പാസ് റോഡ് വഴി കയറി 50 മീറ്റർ എത്തിക്കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പാറേക്കുടിലിൽ സ്രാമ്പിക്കൽ ശ്രീ ബാബു സെബാസ്റ്റ്യനെയും കുടുംബത്തെയുമാണ്. ബാബു സാറാണ്. ബാബു സാറിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, പാറേക്കുടിൽ എന്നാണ് വീട്ടുപേര്. അതിനു മുമ്പ് മറ്റം എന്നൊരു വീട്ടുപേരുണ്ടായിരുന്നു. എങ്കിലും അതിൻ്റെയും പൂർവികർ സ്രാമ്പിക്കൽ കുടുംബത്തിൽ പെട്ടവരാണ്. ഈ സ്രാമ്പിക്കൽ കുടുംബത്തിൽ 1800 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യോഹന്നാൻ, അദ്ദേഹം പാലായിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് തൊമ്മൻ. തൊമ്മൻ്റെ മകനാണ് കുര്യൻ. ഈ കുര്യൻ ഉള്ളനാട് ഔസേപ്പറമ്പിൽ ഏലിയെ വിവാഹം ചെയ്തു. ഇവർക്കൊരു മിഖായേൽ എന്നൊരു മകൻ ജനിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ കുര്യൻ മരിച്ചുപോയി. അതിനാൽ ഭാര്യ ഏലി മിഖായേലിനെയും കൂട്ടി ഉള്ളനാടുള്ള ഔസേപ്പറമ്പിൽ സ്വന്തം വീട്ടിലേക്ക് തിരിച്ച് എത്തി. ഈ മിഖായേലിന് വിവാഹപ്രായമായപ്പോൾ ഉള്ളനാട് തന്നെയുള്ള വലിയ പൈക്കാട്ട് മറിയത്തെയാണ് വിവാഹം ചെയ്തത്. അതൊരു അവകാശി പെണ്ണായിരുന്നു. അവർക്ക് അവകാശമായി ലഭിച്ച ഒരു പുരയിടമാണ് മറ്റത്തിൽ പുരയിടം. അവിടെ പോയി ഈ കുടുംബം താമസമാക്കിയതിനാൽ നാട്ടുകാർ അവരെ മറ്റത്തിൽ കുര്യൻ, അതായത് മിഖായേലിൻ്റെ മകൻ കുര്യൻ, നാട്ടുകാർ അവരെ മറ്റത്തിൽ എന്നുള്ള വീട്ടുപേരിൽ വിളിക്കാൻ ആരംഭിച്ചു. മിഖായേലിന് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. അത് 2 പെൺമക്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ആണായിട്ടുണ്ടായിരുന്ന കുര്യൻ ഉള്ളനാട് കളപ്പരിക്കൽ അന്നയെ വിവാഹം ചെയ്തു. ഇവർക്ക് 3 മക്കളുണ്ടായിരുന്നു: മിഖായേൽ, ചെറിയാൻ, ഇത്താക്ക് എന്നിങ്ങനെ. ഇതിൽ കുര്യൻ്റെ മൂത്ത മകൻ മിഖായേൽ ഉള്ളനാട്ടിൽ നിന്ന് കയ്യൂരിൽ പോയി കുറേ സ്ഥലം വാങ്ങി ദേഹനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. മറ്റത്തിക്കാർക്കെന്നവിടെ സ്ഥലം മാത്രമേ ഉള്ളൂ, സ്ഥിരതാമസമല്ല, പോയി വരുന്നത് മാത്രം. പണിയായുധങ്ങൾ സൂക്ഷിക്കുന്നതിനും ഭക്ഷണം പാകപ്പെടുത്തി കഴിക്കുന്നതിനും മറ്റ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനുമായിട്ട് ആ പുരയിടത്തിന് നടുക്കുള്ള പാറയിൽ ഒരു ചെറിയ മൺകുടിൽ ഉണ്ടാക്കി. അതുകൊണ്ട് കയ്യൂർ നിവാസികൾ ആ പുരയിടത്തിന് പാറേക്കുടിൽ എന്ന പേര് വിളിച്ചു. അങ്ങനെയാണ് അവിടെ താമസിച്ചവർക്ക് പാറേക്കുടിൽക്കാർ എന്ന പേര് വരാൻ കാരണം. ഇങ്ങനെ പാറേക്കുടിൽ എന്നുള്ള വീട്ടുപേരിന് കാരണക്കാരനായ മിഖായേൽ മ്ലാക്കുഴി ഏലിയെ വിവാഹം ചെയ്തു. ഇവർക്ക് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3ാമത്തെ മകനാണ് തടത്തിനാനി കയ്യൂർ താമസിച്ചിരുന്ന ദേവസ്യ മറ്റത്തിൽ. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ മകനാണ് ശ്രീ ചെറിയാൻ ദേവസ്യ. ചെറിയാൻ ദേവസ്യയുടെ 9 മക്കളിൽ മൂത്ത മകനാണ് പാലാവയിൽ താമസിച്ചിരുന്ന സെബാസ്റ്റ്യൻ എന്ന് വിളിക്കുന്ന ദേവസ്യാച്ചൻ. ദേവസ്യാച്ചന് 2 ആൺമക്കളാണ് ഉള്ളത്. അതിൽ മൂത്തയാളാണ് ശ്രീ ബാബു സെബാസ്റ്റ്യൻ. ബാബു സാർ എന്നാണ് എല്ലാവരെയും വിളിക്കുന്നത്. ഇപ്പോൾ പാറേക്കുടിൽ എന്നുള്ള വീട്ടുപേരിലാണ് ബാബു സാർ അറിയപ്പെടുന്നത് എങ്കിലും അതിൻ്റെ ഒരു പൂർവ്വ ചരിത്രം സ്രാമ്പിക്കൽ എന്നുള്ള വീട്ടുപേരും, തുടർന്ന് മറ്റത്തിൽ എന്നുള്ള വീട്ടുപേരും, തുടർന്ന് പാറേക്കുടിലിൽ എന്നുള്ള വീട്ടുപേരും വരാനുണ്ടായ ഒരു സാഹചര്യം. ബാബു സെബാസ്റ്റ്യനെയും കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ബാബു സെബാസ്റ്റ്യൻ. അതെ. രണ്ടുപേരും അധ്യാപക ദമ്പതികളാണ് അല്ലേ? അതെ അതെ. നിങ്ങൾ എത്ര വർഷമായി ഫീൽഡിലേക്ക് വന്നിട്ട്? ഞാൻ 22 വർഷം സർവീസ് ഉണ്ടായിരുന്നു. 22 വർഷം സർവീസ് ഉണ്ടായിരുന്നു. റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തിട്ട് 1 വർഷമാണ്. 1 വർഷമാകുന്നു. ബാബു സെബാസ്റ്റ്യന്റെ ഭാര്യയും ടീച്ചറാണ്. പേര് ബിൻസി എന്നാണ് പേര്. വീട് ഈ ഇടവക തന്നെയാണ്, ചിറ്റാരിക്കാൽ ഇടവകയാണ്. വീട്ടുപേര് ഈന്തുങ്കൽ. മാതാപിതാക്കന്മാരുടെ പേര് സ്കറിയ. പപ്പയുടെ പേര് സ്കറിയ എന്നാണ്. അമ്മയുടെ പേര് മേരി. അമ്മയുടെ വീട്ടുപേര് ഓണംകുളം എന്ന് പറയും. ഓണംകുളം. സ്ഥലം ആലക്കോട് കരുവഞ്ചാലാണ് അമ്മയുടെ വീട്. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്?
ഞങ്ങൾക്ക് 3 മക്കളാണ് ഉള്ളത്. 3 മക്കളാണ് ഉള്ളത്. 2 പെണ്ണും 2 ഒരാണും. ഒരാണ്. ഏറ്റവും മൂത്തത് പെൺകുട്ടിയാണ്. ഏറ്റവും മൂത്തത് പെൺകുട്ടിയാണ്. രണ്ടാമത്തത് ആൺകുട്ടി. മൂന്നാമത്തത് മൂത്തയാളുടെ പേര് ചൈതന്യ ചെറിയാൻ. ചൈതന്യ ചെറിയാൻ എന്നാണ് മൂത്തയാളുടെ പേര്. മൂത്തയാളുടെ എന്ത് ചെയ്യുന്നു? മൂത്തയാള് ഇപ്പോൾ UK-യിലാണ്. UK-യിലാണ്. ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസം ഈ തോമവരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. തോമവരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +2 വരെ പഠിച്ചത്. തുടർന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിൽ ഭോപ്പാലിലായിരുന്നു നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. വിവാഹം കഴിഞ്ഞാണോ? ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. അല്ല, 1 വർഷമായി. 1 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. അപ്പം എയിംസിലെ പഠനത്തിന് ശേഷം എവിടെയൊക്കെ ജോലി നോക്കിയിരുന്നോ? ഇല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ UK-ക്ക് പോവുകയാണ് ചെയ്തത്. തുടർന്ന് വിവാഹം ചെയ്തു. തുടർന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ വിവാഹം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ വിവാഹം ചെയ്തു. ഭർത്താവിന്റെ പേര് മെജോ ഏലിയാസ് ജോസ്. മെജോ ഏലിയാസ് ജോസ്. മെജോയുടെ വീട് ആലപ്പുഴ ജില്ലയിലാണ്. വീട്ടുപേര് ചേർത്തല താലൂക്കില്. വീട്ടുപേര് എങ്ങനെയായിരുന്നു? വിരുവേലിയിൽ നിന്നാണ് വീട്ടുപേര്. മുട്ടമ്പള്ളി ഇടവകയാണ്. മെജോയും UK-യിൽ തന്നെയാണ്. മെജോയും UK തന്നെയാണ്. മെജോ ഏത് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയർ ആണ്. രണ്ടാമത്തേത് മോനാണ്. രണ്ടാമത്തേത് ആൺകുട്ടിയാണ്. മോൻ എന്ത് ചെയ്യുന്നു? മോനിപ്പോൾ കോതമംഗലത്ത് മാറത്തിനിസ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് മൂന്നാം വർഷ വിദ്യാർത്ഥി. കോതമംഗലം MA കോളേജില് 3ാം വർഷം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലെ 3ാം വർഷം വിദ്യാർത്ഥിയാണ്. യെസ്. പേരെങ്ങനെയായിരുന്നു? വിൽക്രിസ് സെബാസ്റ്റ്യൻ എന്നാണ് പേര്. അപ്പൊ 3ാം വർഷം പൂർത്തിയാക്കി, സെമസ്റ്റർ പൂർത്തിയാക്കി നിൽക്കുന്നു. 1 വർഷം കൂടെ കണ്ടിന്യൂ ചെയ്യാനുണ്ട് പഠനം. അതെ. അദ്ദേഹം ഈ തോമാപുരത്ത് തന്നെയാണ് ഹയർ സെക്കൻഡറി വരെ പഠിച്ചിരുന്നത്? അല്ല, അദ്ദേഹം പഠിച്ചത് തൃശ്ശൂരാണ് പഠിച്ചത്. തൃശ്ശൂരായിരുന്നു. എന്തെങ്കിലും സ്പോർട്സിലോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ? ബ്രില്യന്റിന്റെ കോച്ചിങ് സെന്റർ തൃശ്ശൂർ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ പഠിച്ചത്. തൃശ്ശൂർ ആണ് പഠിച്ചത്. മൂന്നാമത്തെ കുട്ടി പെൺകുട്ടിയാണ്. ക്രിസ്റ്റ മരിയ ബാബു എന്നാണ് പേര്. ഇവിടെ നിന്ന് +2 എന്ത് ചെയ്യുന്നു? ക്രിസ്റ്റ ഇപ്പോൾ ചെന്നൈയില് ഡിഗ്രിക്ക് പഠിക്കുന്നു. ചെന്നൈയിലെ ഡിഗ്രിക്ക് പഠിക്കുന്നു. ക്രിസ്റ്റ ഏത് കോഴ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? BA എക്കണോമിക്സ് BA ആണ് പഠിക്കുന്നത്. ചെന്നൈയിലെ കോളേജിന്റെ പേര് ഓർമ്മയുണ്ടോ? മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ്. BA എക്കണോമിക്സ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മക്കളുടെ കാര്യം പറഞ്ഞു. ഇവരെല്ലാം നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യുകയും ചെയ്തതിന് തെളിവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുകയുണ്ടായി. 2 ഷെൽഫ് നിറയെ മെഡലുകളും ഷീൽഡുകളും ഒക്കെ ആയിട്ട് മക്കൾക്ക് ലഭിച്ച അച്ചീവ്മെന്റ്സ് ആണ് കൂടുതലും, അല്ലേ? അത് എന്തൊക്കെ മേഖലകളിലാണ്, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് അവർക്ക് ലഭിച്ചത് എന്നൊന്ന് വിശദീകരിക്കാമോ? 3 പേരും പഠനത്തില് നല്ല കഴിവുള്ള. പഠനത്തില് 10th +2 എല്ലാം ഫുൾ A+ ആണ്. ആയിരുന്നു. അതില് ഇളയ മകള് സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. ക്രിസ്റ്റ. പിന്നീട് പിന്നെ അവർക്ക് ചെറുപ്പം മുതലേ തന്നെ പല മത്സരങ്ങളിലും പങ്കെടുക്കുമായിരുന്നു. ഏതൊക്കെ മത്സരങ്ങളിലാണ് പ്രധാനമായിട്ടും പങ്കെടുത്തുകൊണ്ടിരുന്നത്? മോന് ക്വിസ് മത്സരത്തിലാണ് കൂടുതലും പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതിനുള്ള ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഹൈ പൊസിഷൻസ് ഒക്കെ ഏതൊക്കെയാണ്? 5 വർഷം തുടർച്ചയായിട്ട് സംസ്ഥാന തലത്തിൽ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് സ്റ്റേറ്റ് ലെവലില്, അതായത് കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. പ്രൈസും മേടിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇളയ മോള് ഇതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ തുടർച്ചയായിട്ട് 4 വർഷം സോഷ്യൽ സയൻസിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു. മോൾക്കും സ്റ്റേറ്റ് ലെവലില് A ഗ്രേഡ് ആണ് ലഭിച്ചത്. എല്ലാ വർഷവും തന്നെ A ഗ്രേഡ് ലഭിച്ചു. അതിന്റെയൊക്കെ ഒത്തിരി മെഡലുകളും എല്ലാമാണ് ഷിൽപ്പിയുടെ നിറഞ്ഞിരിക്കുന്നത്. 3 പേരുടെയും പഠനത്തിന്റെ മികവും ക്വിസ് കോമ്പറ്റീഷന്റെ മികവും. ക്വിസ് കോമ്പറ്റീഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഒക്കെ? മോള് പിന്നെ ഈ പാട്ട് പാടുന്നതിൽ മികച്ച ജില്ലാ തലത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പ്രസംഗ മത്സരത്തിൽ ജില്ലാ തലത്തിലും പാട്ട് മത്സരത്തിലും ജില്ലാ തലത്തിലും സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
പിന്നെ ഈ ക്വിസ് കോമ്പറ്റീഷൻ രൂപതാ തലത്തിൽ അങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു ഒരു പള്ളിയുമായിട്ട് മത്സര പരീക്ഷ. ബന്ധപ്പെട്ട് രൂപത രൂപതയുമായിട്ട് ഒരു ബന്ധപ്പെട്ട് കോമ്പറ്റീഷനായിട്ട് ബൈബിൾ ക്വിസ് ബൈബിൾ അല്ല, അല്ലാതെ ഈ ജനറൽ നോളജ് തന്നെ. ജനറൽ നോളജ് തന്നെ കോമ്പറ്റീഷൻസ് ഒക്കെ അപ്പൊ അങ്ങനെ വരാറുണ്ട്. അപ്പൊ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഇവർക്ക് അതിലും അങ്ങനെ നിരവധി സമ്മാനങ്ങൾ. അതിന്റെ അവരുടെ നല്ല മെഡലാ, അതുകൊണ്ട് അങ്ങനെ. അത് ഷെൽഫ് വളരെ മനോഹരമായിട്ട് നിങ്ങൾ അലങ്കരിച്ചിട്ടുമുണ്ട് ഈ മെഡലുകളെല്ലാം വെച്ച്. കുട്ടികൾക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയേണ്ട അവസരമാണിത്. താങ്ക് യു. ഇനി നിങ്ങളുടെ ബാക്കി വിവരങ്ങളിലേക്ക് വരാം. ബാബുവിന്റെ ഫാദർ? എൻ്റെ ഫാദർ ദേവസ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. 22 വർഷം മുമ്പ് മരിച്ചുപോയി. 22 വർഷം മുമ്പ് മരിച്ചുപോയി. ഫാദർ ആയിട്ടായിരുന്നോ അതോ ഗ്രാൻഡ് ഫാദർ ആയിട്ടായിരുന്നോ നിങ്ങൾ ഈ മലബാറിലേക്ക് വന്നത്? ഗ്രാൻഡ് ഫാദറും കൂടെയാണ് മലബാറിലേക്ക് വന്നത്. ഗ്രാൻഡ് ഫാദറും കൂടെ ആണ് മലബാറിലേക്ക് വരുന്നത്. അപ്പം ബാബുക്ക് ഈ മലബാറിൽ വന്നാണ് ഞാനൊക്കെ ജനിച്ചത്. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത് ചിറ്റാരിക്കാലാണ്. ചിറ്റാരിക്കാലിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 17 വർഷമായി. 17 വർഷമായിട്ട് നിങ്ങൾ ചിറ്റാരിക്കാലാണ് താമസിക്കുന്നത്. ജോലിയൊക്കെ കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടാണോ? അതെ, ജോലിയൊക്കെ കിട്ടിയത് ബന്ധപ്പെട്ടാണ് ഇങ്ങോട്ട് താമസം മാറിയത്. അപ്പൊ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന സ്ഥലം എവിടെയായിരുന്നു? മീനഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മീനഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ചാവറഗിരി ഇടവകയില് മീനഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ താമസിച്ചിരുന്നത്. ജോലി കിട്ടിയതിന് ശേഷം, വിവാഹത്തിന് ശേഷമാണ് ചിറ്റാരിക്കാല് വരുന്നത്. നിങ്ങൾ എത്ര മക്കളാണുള്ളത്? എനിക്കൊരു സഹോദരനാണുള്ളത്, ബിജു സെബാസ്റ്റ്യൻ. പാലാവിലാണ് താമസം. അപ്പോൾ നിങ്ങൾ 2 മക്കളെ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഭാര്യ സിനി. പുത്തമ്പരയ്ക്കൽ കുടുംബാംഗമാണ്. പയ്യാവൂരാണ് വീട്. പയ്യാവൂർ പുത്തമ്പരയ്ക്കൽ കുടുംബാംഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അവർക്ക് എത്ര മക്കളുണ്ട്? മക്കൾ 3 പേരാണുള്ളത്. മൂത്തയാൾ എഡിസൺ, ദിയ, മിയ. എഡിസൺ, ദിയ, മിയ, അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. പിതാവിൻ്റെ സഹോദരങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അവരെത്ര മക്കളുണ്ടായിരുന്നു? പിതാവിന് 4 സഹോദരങ്ങളും 4 സഹോദരിമാരുമാണ് ഉണ്ടായിരുന്നത്. 4 സഹോദരങ്ങളും 4 സഹോദരിമാരും. പിതാവ് ഉൾപ്പെടെ 9 മക്കളാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ പിതാവായിരുന്നോ ഏറ്റവും മൂത്തത്? അതെ, എന്റെ പിതാവായിരുന്നു ഏറ്റവും മൂത്തത്. അമ്മയുടെ പേര് ഗ്രേസി. വീട് ചുണ്ട എന്ന് പറയും. കണ്ണൂർ ജില്ലയില് ചുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട്ടുപേര് മുണ്ടമറ്റത്തിൽ എന്ന് പറയും. മുണ്ടമറ്റത്തിൽ നിന്നാണ്. പിതാവിന്റെ ഏറ്റവും മൂത്തയാളായിരുന്നു. താഴെയുള്ള ആള് ബേബി എന്നാണ് പേര്. ഈ പിതാവിന്റെ സഹോദരങ്ങളെല്ലാം എവിടെയാ താമസിക്കുന്നത്? ഇവരെല്ലാം താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഈ മീനഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ പലരും പാലാവിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. താമസം സൗകര്യപ്രദമായ സ്ഥലം എന്നുള്ള രീതിയിൽ പാലാവിലേക്ക് താമസം മാറ്റി. പാലാവിലെ പരിസര പ്രദേശങ്ങളാണ് എല്ലാവരും താമസിക്കുന്നത്. അതെ, അതിൽ ഒരാൾ മാത്രം താമസിക്കുന്നത് ചാലക്കുടിയിലാണ്. താമസിക്കുന്നത്. പിതാവിന്റെ തൊട്ട് താഴെയുള്ള ആള് ബേബി എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ചിന്നമ്മയുടെ വീട്ടുപേര് സ്ഥലം കറ്റിവീട്ടിൽ നിന്നാണ്. ഉദയഗിരിയിലാണ് അവരുടെ. കറ്റിവീട്ടിൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് ഒരു മകനേ ഉള്ളൂ. പിന്നെയുള്ള അത് ഡൊമിനിക് എന്ന് പറയും. തോമസ് എന്ന് വിളിക്കുന്ന ഡൊമിനിക്. തോമസ് എന്നാണ് ഒഫീഷ്യൽ പേര്. ഡൊമിനിക് എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വത്സമ്മ. വീട്ടുപേര് സ്ഥലം അവർ ചിറ്റാരിക്കാലാണ് അവരുടെ സ്ഥലം. വീട്ടുപേര് തുരുത്തിയിൽ എന്ന് വിളിക്കും. ചിറ്റാരിക്കാൽ തുരുത്തിയിൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 4 മക്കളാണ്. 4 മക്കളാണ് ഉള്ളത്. പിന്നെ ഉള്ളയാള് ജോൺസൺ. അദ്ദേഹം അധ്യാപകനാണ്. അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ നൈന. അവരുടെ ഉദയഗിരിയിലാണ് അവരുടെ സ്ഥലം. വീട്ടുപേര് പല്ലാട്ടെന്നാണ്. ഉദയഗിരി പല്ലാട്ട് കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 4 ആൺമക്കളാണ്. 4 ആൺമക്കളാണ് ഉള്ളത്. പിന്നെ അതിനുള്ളതാണ് സാജു എന്ന് വിളിക്കുന്ന ജോസഫ് ആണെന്നാണ് ഒഫീഷ്യൽ പേര്. സാജു എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിയ. വീട്ടുപേര് സ്ഥലം അവർ വൈക്കത്ത് അമ്മൂപ്പറമ്പിൽ കുടുംബാംഗമാണ്. അവരുടെ അവർക്ക് മക്കളില്ല. പിതാവിന്റെ സഹോദരിമാരുണ്ട് അല്ലേ? അതെ, 4 സഹോദരിമാരുണ്ട് അല്ലേ? അതെ. ഈ സഹോദരിമാരുടെ വിവരങ്ങൾ ഒന്ന് പറയാമോ? മൂത്തത് അന്നക്കുട്ടിയാണ്. വേങ്ങത്തടത്തിൽ വർക്കി എന്ന സ്ഥലം വാഴക്കുണ്ട്. ചുണ്ട അടുത്താണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കള്. തൊട്ടടുത്ത സഹോദരി എൽസിയെ വിവാഹം ചെയ്തിരിക്കുന്നത് മാമ്പുഴയ്ക്കൽ കുഞ്ഞുഞ്ഞെന്ന് പറയും.
മാമ്പുഴകൽ കുഞ്ഞുഞ്ഞ്. സ്ഥലം പുളിങ്ങാട്. പുളിങ്ങം തന്നെയാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കളാണ്. 3 മക്കളാണുള്ളത്. അതിനടുത്ത സഹോദരി അതിൻ്റെ അടുത്ത സഹോദരി റോസമ്മ. റോസമ്മ. സ്ഥലം വള്ളിത്തോട്, ഇരിട്ടി ഭാഗത്താണ്. ഇരിട്ടിയിലാണ്. മയിലാടി. ഭർത്താവിൻ്റെ പേര് ഔസേപ്പച്ചൻ. ഔസേപ്പച്ചൻ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കളാണ്. 2 മക്കളാണ് ഉള്ളത്. ഇനി ഏറ്റവും ഇളയ സഹോദരി മേരി. മേരി എന്നാണ് പേര്. മേരിയുടെ സ്ഥലം ചെമ്പേരിയാണ്. വീട്ടുപേര് ചാലിൽ നിന്നാണ്. ഭർത്താവിൻ്റെ പേര് പയസ്. ചെമ്പേരി ചാലിൽ പയസാണ് മേരിയെ വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കളാണ്. 2 മക്കളാണ് ഉള്ളത്. ഇനി ടീച്ചറിന്റെ ഫാമിലി വിശേഷങ്ങളിലേക്ക് ഒന്ന് വരാം. ഫാമിലി വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ വീട് പിന്നെ ഇപ്പൊ കടുമേനി ഇടവകയാണ്. ഇവിടെ അടുത്താണ്. ചുറ്റരിക്കാൽ അടുത്ത് തന്നെയാണ്. പിന്നെ നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങള് 4 പെൺകുട്ടികളാണ്. 4 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് എത്രാമത്തെ ആളാണ്? ഞാൻ മൂത്തതാണ്. ഏറ്റവും മൂത്തയാളാണ്. പിന്നെ 3 പേരുടെ കല്യാണം കഴിഞ്ഞു. 3 പേരുടെ കല്യാണം കഴിഞ്ഞു. തൊട്ട് താഴെയുള്ള സഹോദരി സിൻസി. അവള് എന്ത് ചെയ്യുന്നു? സിൻസി ജോലിയൊന്നുമില്ല. അവര് ഹൗസ് വൈഫ് ആയിട്ട് അവള് ചെയ്യുന്നു. ഹൗസ് വൈഫാണ്. വിവാഹം ചെയ്ത് എടുത്തിരിക്കുന്നത് പള്ളിത്തറ തടിക്കടവ് ഇടവക പള്ളിത്തറയാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് സ്റ്റാൻലി. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പെൺമക്കൾ. അവരുടെ പേര് ഓൾഗ സ്റ്റാൻലി, ചിന്നു, മിന്നുക്കുട്ടി. അങ്ങനെ 3 കുട്ടികളാണ് അവർക്ക് ഉള്ളത്. അതിന് താഴെയുള്ള സഹോദരി പിന്നെ കൊച്ചുറാണി എന്ന് പറയും. അവള് ഇപ്പൊ യു കെയിലാണ്. നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. കല്യാണം കഴിച്ചതാണ്. ഹസ്ബൻഡ് എഞ്ചിനീയറാണ്. അവർക്ക് 2 കുട്ടികളാണ് ഉള്ളത്. ഹസ്ബൻഡ് മണിമല. വീട്ടുപേര് മണിമലയാണ്. കൊളക്കാട് എന്ന് പറയും. ഇരിട്ടിക്കടുത്ത് കൊളക്കാട് മണിമല കുടുംബാംഗമാണ്. പേര് ജിം. അവരുടെ കുട്ടികളുടെ പേര്? കുട്ടികള് ബെനഡിക്റ്റ്, ഹന്ന ബെനഡിക്റ്റ്. മൂത്തയാള് ഹന്ന, രണ്ടാമത്തെ ആള് ബെനഡിക്റ്റ് എന്നാണ് അവരുടെ പേര്. ഇനി ഏറ്റവും ഇളയ സഹോദരിയുണ്ട് അല്ലേ? ഇളയ സഹോദരി ബ്രോണിയ. കാനഡയിലാണ്. വിവാഹത്തിന് ശേഷമാണ് കാനഡയിലേക്ക് പോയത്. ഭർത്താവ് പൂഞ്ഞാറ് പയ്യാനിത്തോട്ടം എന്നുള്ള സ്ഥലത്ത്. വീട്ടുപേര് അരിയപ്ലാക്കൽ എന്നാണ് വീട്ടുപേര്. ജസ്റ്റിനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഇവരെ കുടുംബസമേതം കാനഡയിൽ സെറ്റിൽഡ് ആണ്. അവർക്ക് 2 മക്കളാണ് ഉള്ളത്. മക്കളുടെ പേര് ക്രിസ്റ്റീന ജോർജ്. മൂത്തയാള് ക്രിസ്റ്റീന, രണ്ടാമത്തെ ജോർജ്. അങ്ങനെ 2 മക്കളാണ് അവർക്ക് ഉള്ളത്. നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടവും ജോലി 10-25 വർഷം സർവീസിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ? സ്കൂൾ കാലഘട്ടം ഈ പാലാവയിലെ സെന്റ് ജോൺസ് ഹൈസ്കൂളിലായിരുന്നു. അതെ, +2 വരെ അല്ല, 10th വരെ. അതിനുശേഷം ഞാൻ മൈസൂർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചു, സെന്റ് ഫിലോമിനസ് കോളേജിൽ. മൈസൂരിലാണ് എൻ്റെ ഡിഗ്രിയും ബി.എഡ് എല്ലാം അവിടെ നിന്നാണ് കഴിഞ്ഞത്. ഞാൻ സയൻസിൽ ഫിസിക്സിൽ മെയിനായിരുന്നു. ഹൈസ്കൂൾ ടീച്ചറായിട്ടാണോ ഹയർ സെക്കൻഡറി ടീച്ചറായിട്ടാണോ? ഞാൻ റിട്ടയർ ചെയ്തത് ഹൈസ്കൂൾ ടീച്ചറായിട്ടാണ്. റിട്ടയർ ചെയ്യുന്നത് ഏത് സ്കൂളിൽ നിന്നാണ്? മേരിഗിരി സ്കൂളിൽ നിന്നാണ്. തേർത്തല്ലി സ്കൂളിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ദീർഘകാലം അവിടെ വർക്ക് ചെയ്തിരുന്നു. അവിടെ 5 വർഷമാണ് സർവീസ് ചെയ്തത്. ബാക്കി തോമാവരം സ്കൂളിലായിരുന്നു. വർക്ക് ചെയ്തിരുന്നത്. ഇനി ടീച്ചറിന്റെ വിദ്യാഭ്യാസവും? ഞാൻ ഈ ഇടവക ആണ് ജനിച്ചു വളർന്നത്. അപ്പോഴേ ഈ സെന്റ് തോമസ് ഹൈസ്കൂള് ഉണ്ടായിരുന്നു. ഹൈസ്കൂളിലെ 10ാം ക്ലാസ് പൂർത്തിയാക്കി. അതിനുശേഷം പ്രീ ഡിഗ്രി നിർമ്മലേരി കോളേജ് കൂത്തുപറമ്പ് നിർമ്മലേരി കോളേജിലാണ് പ്രീ ഡിഗ്രിയും ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ഡിഗ്രി ഫിസിക്സ്. ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ടീച്ചർ. ബി.എഡ് കണ്ണൂരാണ് കഴിഞ്ഞത്. വീണ്ടും PG നിർമ്മലേരി തന്നെ. അങ്ങനെ അവിടെയാണ് ഫിസിക്സിൽ തന്നെ MSc നിർമ്മലേരി കൂത്തുപറമ്പിൽ തന്നെ ചെയ്തു. അതിനിടയ്ക്ക് പോയി B.ed പാസ്സായിരുന്നു. അതിനുശേഷം ജോലിക്ക് കയറുന്നത്
2002-ലാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. 2002-ലാണ് ജോലിക്ക് കയറുന്നത്. റിട്ടയർമെന്റ് ആയിട്ടില്ല, നിലവിൽ സർവീസ് ഇപ്പൊ 20 വർഷം സർവീസ് ആയിട്ടുണ്ട്. ഇപ്പം ഈ തോമാപുരം സ്കൂളിലാണ്. തോമാപുരം സ്കൂളില്. അപ്പൊ ഞാൻ വെള്ളരിക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അതിനുശേഷം വെള്ളരിക്കുണ്ട് എത്ര വർഷം ജോലി ചെയ്തിരുന്നു? 3 വർഷം അവിടെ ചെയ്തു. 3 വർഷം ജോലി ചെയ്തു. അപ്പൊ അത് ജൂനിയർ പോസ്റ്റ് ആണ്. അപ്പൊ സീനിയർ പോസ്റ്റ് ഇങ്ങോട്ട് പ്രൊമോഷനായിട്ട് ഇങ്ങോട്ട് വന്നു. തോമാപുരത്ത് വന്നിട്ട് എത്ര വർഷങ്ങളായി? 17 വർഷം. 18 വർഷമായിട്ട് തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളില് ഹയർ സെക്കൻഡറി തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സാമൂഹികപരമായിട്ടും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടോ രാഷ്ട്രീയമായിട്ടോ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണുള്ളത്? ഞാൻ ഈ ചാവറഗിരി ഇടവകയായിരുന്നു പറഞ്ഞല്ലോ. അവിടെ ആയിരുന്നപ്പോൾ വിൻസെന്റ് പോളിലും പിന്നെ പള്ളിയുടെ കാര്യങ്ങളിലെ കൈക്കാരനായിരുന്നു. ചെറിയ പ്രായത്തിൽ അല്ല, ജോലി ഇല്ലായിരുന്നു. ആ പ്രായത്തിൽ എനിക്ക് ജോലി ഡിഗ്രി കഴിഞ്ഞ് കൈകാരനായിരുന്നു. പിന്നെ വിൻസെന്റ് പോളിന്റെ പ്രസിഡന്റ് ആയിരുന്നു അവിടെ. പിന്നെ അവിടെ തന്നെ 8 വർഷത്തോളം വേദപാഠം പഠിപ്പിച്ചു. പിന്നെ അത് ഞങ്ങൾ ജോലി കിട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് താമസമാക്കി. എല്ലാം ഇപ്പോൾ വിൻസെന്റ് പോളിന്റെ അംഗമാണ്. വിൻസെന്റ് പോളിന്റെ അംഗമാണ്. അതുപോലെ തന്നെ കമ്മിറ്റിക്കാരനാണ് വാർഡിന്റെ. പാരിഷ് കൗൺസിൽ മെമ്പറാണ്. അതെ അതെ. വേറെ കൈകാരൻ സ്ഥാനം വന്നിട്ടില്ല. കൈകാരൻ സ്ഥാനം വന്നിട്ടില്ല. വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ശുശ്രൂഷകളോ ഉണ്ടായിരുന്നത്? പിന്നെ ജീസസ് യൂത്തിലൊക്കെ അംഗമായിരുന്നു. ചെറുപ്പം തൊട്ടേ അംഗമായിരുന്നു. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൊക്കെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് പങ്കെടുക്കുന്നുണ്ട്. ടീച്ചറിന്റെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ശുശ്രൂഷകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലവും അതിനുശേഷം ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷവും ചെറിയ ക്ലാസ്സുകളിലൊക്കെ മിഷൻ ലീഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ക്ലാസ്സുകൾ മിഷൻ ലീഗ് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട്. അതെ. അതിനുശേഷം KCYM-ലും ജീസസ് യൂത്തിലും ഒക്കെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. ഏതിന്റെയൊക്കെ? KCYM-ന്റെ മേഖല വൈസ് പ്രസിഡന്റ് ആയിരുന്നു. യൂണിറ്റ് അല്ല, മേഖല തലത്തിൽ. തുടർന്ന് വേറെ പിന്നെ ജീസസ് യൂത്തിൽ, പിന്നെ ഇപ്പം കരിസ്മാറ്റിക് രണ്ടുപേരും കൂടെ വളരെ സജീവമായിട്ടുണ്ട്. പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ആയിട്ട്. കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.